അസ്സലാമു അലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്ന അറിവ് മക്കൾ ഉണ്ടാവാനും ഉണ്ടായ മക്കൾ നന്നാവാനും ഉള്ള 4 പ്രാർത്ഥനകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതായത് അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനകളും അതുപോലെ തന്നെ നമുക്കുള്ള മക്കൾ അവര് നല്ല രീതിയിൽ നല്ല സ്വഭാവക്കാരായി അവരുടെ ജീവിതത്തിലുള്ള വളർച്ച നന്നാവാനും അവര് നമുക്ക് കൺകുളിർമയുള്ള മക്കളാക്കി അള്ളാഹു മാറ്റി തരുവാനുമുള്ള അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ ദുആകളെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഈ ദുആകൾ നിങ്ങൾ എന്ത് ചെയ്യുക? എപ്പോഴും ദുആ ചെയ്യുക. അതായത് നിസ്കരിക്കുന്ന സമയത്തും എപ്പോഴും ദുആ ചെയ്യുക. എല്ലാ സമയങ്ങളിലും ഇത് ദുആ ചെയ്യുക. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറതൻ അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അതിമഹത്തായ ഈ ദുആ അത്ഭുതങ്ങൾ നിറഞ്ഞ ദുആയാണ്. ഈ ദുആ എപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പതിവാക്കുക. അതുപോലെ തന്നെ ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്തവരിലോട്ട് കൂടിയാണ്. അവർക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചൊല്ലാം. മലയാളം നോക്കി ഇത് പഠിക്കാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ അടുത്ത ദുആ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. എന്റെ രക്ഷിതാവേ, സദ്വൃത്തരിൽ ഒരാളെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ. അതുപോലെ തന്നെ ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. വളരെയധികം പ്രാധാന്യമുള്ള ദുആകളാണ്. നിങ്ങൾക്ക് സുജൂദിൽ, നമ്മൾ എപ്പോഴൊക്കെ സുജൂദിൽ പ്രവേശിക്കുന്നുവോ ആ സമയങ്ങളിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ദുആ ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദുആ സ്വീകരിക്കുന്ന സമയങ്ങളിൽ ഒന്നാണ്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. എന്റെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്ന് എനിക്ക് നീ ഒരു ഉത്തമ സന്താനത്തെ നൽകണമേ. തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. ഈ അതിമഹത്തായ ദുആയും അതോടൊപ്പം തന്നെ ചൊല്ലുക. ഈ പറയുന്ന 4 ദുആയും എന്ത് ചെയ്യുക? ഇത് എല്ലാ ദിവസവും എല്ലാ സമയത്തും ചൊല്ലാവുന്നത് വളരെയധികം ഉത്തമമുള്ള കാര്യമാണ്. ഇവിടെ മലയാളത്തിലും ഇതേപോലെ തന്നെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചില ആളുകൾ ചോദിച്ചത് കൊണ്ടാണ്. ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോവുക, ഒരു കുഴപ്പവുമില്ല. ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ ഈ 3 ദുആ കഴിഞ്ഞതിന് ശേഷം റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. എന്റെ നാഥ, എന്നെ ഏകനായി വിടരുത്, നീയാണല്ലോ അനന്തരാവകാശം എടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ. അതുപോലെ തന്നെ ഇവിടെ മലയാളത്തിലും ഈ ദുആ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഈ 4 ദുആകളും നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ ദിവസവും എല്ലാ സമയത്തും നമ്മുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പതിവാക്കുക. അതുപോലെ തന്നെ മക്കളില്ലാത്തവർ, ഒരുപാട് നാളുകൊണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അല്ലാഹു മക്കളെ നൽകി അനുഗ്രഹിക്കുന്നതാണ്. അതിനുള്ള ദുആകളും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കൾ നന്നായിരുന്നാൽ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ, അല്ലെ? മക്കളില്ലെങ്കിലും വിഷമമാണ്, മക്കൾ ഉണ്ടെങ്കിലും അവർ നന്നാകാത്തതിൽ നമുക്ക് അതിയായ വിഷമമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകുകയും നമുക്കുള്ള മക്കളെ അള്ളാഹു കൺകുളിർമയുള്ള മക്കളാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇത് എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട സമയം സുജൂദാണ്. സുജൂദിൽ ഇൻഷാ അല്ലാഹ് ആ സമയത്ത് പതിവാക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കമന്റിൽ ഞാൻ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെ ദുആയും അല്ലാഹു എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നമ്മുടെ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം അല്ലാഹു എത്രയും പെട്ടെന്ന് മാറ്റിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അവരും കൂടി കാണട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഇത് വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്ത് പോകാം, ഒരു കുഴപ്പവുമില്ല. ഇൻഷാ അല്ലാഹ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ, അതിന്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിടാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഈ ദുആകൾ അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ ദുആയാണ്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് നമുക്ക് ആവശ്യം വേണ്ടി വരുന്ന ഒരു ദുആയാണ്. കാലഘട്ടം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ നമ്മൾ സംരക്ഷിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തരുന്ന മക്കളെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുപോലെ
ഇനിയും ഇതുപോലുള്ള അറിവുമായിട്ട്, പുതിയ അറിവുമായിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.